കരവും ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ. ദൈവം നോക്കുന്നത് പ്രസംഗകന്റെയും കേൾവിക്കാരുടെയും എല്ലാം നിഷ്കളങ്കതയാണ്. നേരോടെ നടക്കുന്നവന് ദൈവം ഒരു നന്മയും. ഇയ്യോബിന് ചുറ്റും പിശാചൻ റോന്തി ചുറ്റുക. നമ്മുടെ ഈ പാകിസ്ഥാന്റെ ഡ്രോണ് ഈ കാശ്മീരിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ കറങ്ങുന്ന പോലെ ഇയ്യോബിന്റെ വീടിന് ചുറ്റും ആര് കറങ്ങുക? പിശാചിന്റെ ഡ്രോൺ ഇങ്ങനെ കറങ്ങുക. ആരും കാണുന്നില്ല, ഇയ്യോബും കാണുന്നില്ല. പക്ഷെ ആര് കണ്ടു? ദൈവം കണ്ടു. ദൈവം ചോദിച്ചടാ ദുഷ്ടപിശാചേ, എൻ്റെ ദാസനായ നിഷ്കളങ്കനായ നേരുള്ളവനായ ദോഷം വിട്ടകലുന്ന നിഷ്കളങ്കനായ എൻ്റെ ഭക്തനായ ഇയ്യോബിന്റെ മേൽ നീ നോട്ടമിട്ടല്ലേ? നീ നോട്ടമിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, അങ്ങനെയാണെങ്കിൽ നിഷ്കളങ്കനെ പിശാച് നോക്കിയാൽ ദൈവം അറിയും. സ്തോത്രം പറയണം. പരമാർത്ഥതയോടെ ജീവിക്കുന്ന ഭക്തനെ പിശാച് നോട്ടമിട്ടാൽ മറ്റാരും അറിഞ്ഞില്ലെങ്കിലും ദൈവം അറിയും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് രാത്രി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവൻ അവസരം കിട്ടിയ വേലി പൊളിക്കും. വേലി പൊളിച്ചാൽ ഇടിച്ചവനകത്ത് കയറും. കയറിയ നിമിഷങ്ങൾ കൊണ്ടെല്ലാം തകർക്കും. തകരാൻ അധികം സമയം വേണ്ട, ഉണ്ടാക്കാൻ ഒത്തിരി സമയം വേണം. തകരാൻ നിമിഷങ്ങൾ. പിള്ളേര് 10 ചത്തു, ഒട്ടകം 3000 പോയി, ആട് 7000 പോയി, 500 കാള പോയി, 500 കഴുത പോയി, ദേഹം മൊത്തം പോയി, വീട് കത്തിപ്പോയി, വസ്തു നഷ്ടപ്പെട്ടു. എല്ലാം വേലി പൊളിച്ചാ മതി. പ്രൈസ് ദി ലോർഡ്. എല്ലാം നഷ്ടപ്പെട്ട ഭക്തൻ കരഞ്ഞു വിളിച്ചോണ്ടിരുന്നല്ല. അവൻ പറഞ്ഞു യഹോവ തന്നതാ, യഹോവ എടുത്തു. അവന് നാമം മഹത്വപ്പെടട്ടെ. തന്നാലും മഹത്വം, തന്നില്ലേലും മഹത്വം, ഉണ്ടേലും മഹത്വം, ഇല്ലേലും മഹത്വം. നല്ല സ്തോത്രം പറയണം. ഇതിലൊന്നും യഹോവ ദൈവത്തിൽ കുറ്റം, ഇയ്യോബ് ദൈവത്തിൽ കുറ്റം ആരോപിച്ചില്ല. സ്തോത്രം പറഞ്ഞേ. ഇയ്യോബേ, നിനക്കെന്നെ ഒരു സങ്കടമില്ലാത്ത ഇതെല്ലാം പോയിട്ട് പിള്ളേര് 10 ചത്തില്ലേടാ? ചത്തു. ആരോഗ്യം മൊത്തം പോയില്ലേ? പോയി. ഒട്ടകം മൊത്തം പോയി. അതിനിപ്പോ എന്തുവാ? നിനക്കൊരു കാര്യം അറിയാമോടാ? അവൻ ചോദിച്ചു എന്തുവാ? എടാ, എനിക്ക് വീണ്ടെടുക്കുന്ന ഒരാളുണ്ട്. അവൻ ജീവിച്ചിരിക്കുക. പിള്ളേരെ ചത്തുള്ളൂ. ഹലോ എടാ, പിള്ളേരെ ചത്തുള്ളൂ. വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുക. ഒരു ടൈം കഴിഞ്ഞാൽ എല്ലാം വീണ്ടെടുക്കും. സ്തോത്രം പറയണം. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിപ്പുണ്ട്. വിശ്വസിക്കുന്നവർ ഈ രാത്രി ദൈവത്തെ ആരാധിക്കണം. പിശാച് ഒരു സമയത്തേക്ക് ചില നന്മകൾ അപഹരിച്ചാൽ ഈ രാത്രി ആത്മാവ് പ്രവചിച്ചു പറയുന്നു, അപഹരിക്കപ്പെട്ടതെല്ലാം വീണ്ടെടുത്തു തരാൻ കഴിവുള്ള എന്തോ ധൈര്യമാ, എന്തോ പ്രത്യാശയാ. ആര് ജീവിച്ചിരിക്കുന്നു? പറ. വീണ്ടെടുക്കുന്നവൻ. ഈ രാത്രി നീ പറയണം, അത് ഒഴുകിപ്പോയി, അത് തകർന്നു പോയി, അത് നഷ്ടപ്പെട്ടു. പക്ഷേ വീണ്ടെടുപ്പുകാരൻ നശിച്ചിട്ടില്ല. അവൻ ജീവിച്ചിരിക്കുക. അവൻ പൊടിമേ നിൽക്കും. അവനെല്ലാം വീണ്ടെടുക്കും. ഈ രാത്രി ആരോടോ ദൈവം പറയുന്നു, വീണ്ടെടുക്കാൻ പോകുകയാ. എന്നോട് പരിശുദ്ധാത്മാവ് രാത്രി ദൂത് പറയുന്നുണ്ട്. പ്രവാചക ശിഷ്യന്മാര് വന്ന് പ്രവാചകൻ നമ്മൾ താമസിക്കുന്ന സ്ഥലം അല്പം എടുക്കുക, അതുകൊണ്ട് യോർദാനോളം പോയി 10 മരം മുറിച്ചുകൊണ്ട് വന്ന് ഇതൊന്ന് വിശാലമാക്കട്ടെ. നല്ല കാര്യം പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു ആയിക്കോട്ടെ, പോയി വെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഉടനെ ഒരുത്തൻ പറഞ്ഞു, അങ്ങോട്ട് ഞങ്ങളുടെ വരുവാണെങ്കിൽ അതൊരു ഉപകാരം, ഓക്കെ ഞാൻ വരാം. നല്ല കാര്യത്തിന് വിളിച്ചു. പുള്ളി കൂടെ പോയി. ഒറ്റ വെട്ടിയപ്പോഴേ കോടാലി എന്ത് ചെയ്തു? ഊരി വെള്ളത്തിൽ താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതിനെ ഒരു നിമിഷം കൊണ്ട് ആഴത്തിൽ വിഴുങ്ങുന്ന ഒരു യോർദാൻ. പ്രൈസ് ദി ലോർഡ്. അഭിഷക്തന്റെ കയ്യിലിരുന്ന നന്മ അനുഭവിക്കേണ്ട മരങ്ങൾ മുറിച്ചെടുക്കേണ്ടതിനെ ഒറ്റ നിമിഷം കൊണ്ട് ഊരി താഴെയിട്ട് ആഴത്തി മുക്കുന്നൊരു വ്യാപാരം. പ്രൈസ് ദി ലോർഡ്. ആരോടോ ദൈവം വിളിച്ചു പറയുന്ന രാത്രിയിൽ കയ്യിലിരുന്നതാണ്, ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ അപ്രതീക്ഷിതമായ സമയത്തിൽ ഊരി ആഴത്തിലേക്ക് വിഴുങ്ങുന്ന ഒരു യോർദാന്റെ മണ്ഡലത്തെ ഈ രണ്ടാമത്തെ രാത്രിയിൽ ആത്മാവ് വെട്ടുകയാ. ഒരു കോല് മുറിച്ചിട്ട് ഉയർന്നു വന്നതുപോലെ താണുപോയ ചില
അനുഭവങ്ങളെ ഈ രാത്രി പരിശുദ്ധാത്മാവ് ഉയർത്തിയെടുക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ ചേർന്ന് ഹല്ലേലൂയ. ഓ അർദ്ധുരമനപരകൾ ജീവനമൗഷാരമനാഥരെ ഡബൽ കമനപരവ ശന്ധുരാധരാജന. ഒന്ന് ശ്രദ്ധിച്ചേ. ഇവരെ ഇറങ്ങി പുറപ്പെട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാ. എന്താ വരാൻ പോവാ? ഒരു വിശാലത വരാൻ പോവാ. അപ്പൊ ഈ ശിഷ്യന്മാരും നേതാവ് ഏലിശ കൂടെ പുറപ്പെട്ട് ഭയങ്കര സന്തോഷമായിട്ടാ. സന്തോഷം ഒറ്റ നിമിഷം കൊണ്ട് മാറിയിട്ട് ഒരുത്തൻ പറയണം, അയ്യോ യജമാനനെ. സന്തോഷിച്ചിറങ്ങിയവന്മാർ അയ്യം വിളിച്ചെന്ന്. അവിടെ മിണ്ടുന്നില്ല. വീട്ടിൽ നിന്ന് ഏലിശയും ശിഷ്യന്മാരും ഇറങ്ങിയത് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്നെ വരാൻ പോവാ പറഞ്ഞേ, ഒരു വിശാലത വരാൻ പോവാ. ഞങ്ങളിപ്പോ ചെല്ലുന്നു, യോർദാനിൽ പത്തുമാരം മുറിക്കുന്നു, ചുമ്മിക്കൊണ്ട് വരുന്നു, ഞങ്ങൾ ഈ കൂടാരം വലുതാക്കുന്നു, കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വിശാലത വരാൻ പോന്നു എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര ഗ്ലോറിയും വിക്ടറിയും ഒക്കെ പറഞ്ഞ് ഇറങ്ങിയ പുള്ളി ഇപ്പോൾ അയ്യോ യജമാനനെ. സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അയ്യം വിളിപ്പിക്കുന്ന ഒരു വ്യാപാരം. എന്തൊക്കെയോ കൈവിട്ടു പോന്നത് പോലെ, എന്തൊക്കെയോ താഴ്ന്നു പോന്നത് പോലെ, കണ്ടുകൊണ്ടിരുന്നതിനെ പിന്നെ കാണാൻ കഴിയാത്തതുപോലെ വിഴുങ്ങിക്കളയുന്ന ഒരു യോർദാന്റെ മണ്ഡലത്തെ രണ്ടാമത്തെ രാത്രി ആത്മാവ് വേരോടെ വെട്ടിമാറ്റുകയാ. വിശ്വസിക്കുന്നവര് മാത്രം ഈ രാത്രി ആത്മാവിൽ പ്രതികരിക്കട്ടെ. അയ്യം വിളിക്കേണ്ട ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയോ. Praise the Lord. Praise the Lord. അപ്പൊ ഈ പുള്ളി ഇവന്മാരെ ഈ എലിശ കൂടെ കൊണ്ടുപോയത് നന്നായി പോയി. അയ്യം വിളിച്ചു. എലിശ ചോദിച്ചു എവിടാ വീണേ? സ്ഥലം കാണിച്ചു. ഒരു കോല് വെട്ടിയിട്ടു. അതെന്ത് ചെയ്തു? പൊങ്ങി വന്നു. ഇന്ന് രാത്രിയിൽ യോഗമാശീർവാദം പറയും മുമ്പേ എവിടെ താണോ അവിടുന്ന് ഉയർത്തിയെടുത്ത് നിന്റെ കൈകളിൽ ദൈവം തരാൻ പോകുകയാ. നിന്റെ കുടുംബത്തിൽ അത് വെളിപ്പെടാൻ പോകുകയാ. വിശ്വസിക്കുന്നവര് മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. ആണ്ടുപോയ ചിലത്, താണുപോയ ചിലത് ഓ ഈ രാത്രി പരിശുദ്ധാത്മാവ് മടക്കി നൽകുകയാ. കരവും ശബ്ദവും ദൈവത്തെ സ്തുതിക്കട്ടെ. അപ്പൊ അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ടത് പല നിലകളിലാണ്. ഒന്ന് തേജോമയനായ ദൈവം, രണ്ട് അത്യുന്നതനായ ദൈവം, മൂന്ന് സർവശക്തിയുള്ള ദൈവം. 21-ാം അധ്യായം 33-ാം വാക്യം വരുമ്പോൾ പിന്നെയും കാഴ്ചപ്പാട് മാറുകയാണ്. 21:33 അബ്രഹാം ബേർശേബയിൽ ഒരു പിചുല വൃക്ഷം നട്ടു. നിത്യദൈവമായ യഹോവയുടെ അവൻ ഇന്നലെയും അവൻ ഇന്നും എന്നേക്കും അനന്യനായ ദൈവം. ഒരല്ലേ പറഞ്ഞേ. അബ്രഹാം പ്രായം ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന് മറ്റൊരു പേര് നിത്യ ദൈവം. ഒരു സ്തോത്രം പറഞ്ഞേ. നിന്റെ ജീവിതത്തിലേത് അവസരത്തിലും പകലെന്നോ രാത്രിയെന്നോ രോഗമെന്നോ പ്രയാസമെന്നോ ഒന്നും നോക്കാതെ നിത്യമായി കൂടെ ഇരിക്കുന്ന ഒരു നിത്യ ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഈ സന്ദർശനമൊക്കെ വരുമ്പോൾ നീ കാണേണ്ടത് കാണണം. നിങ്ങൾ ഉൽപ്പത്തി തന്നെ 13-ാം അധ്യായത്തിന്റെ 14-ഉം 15-ഉം വായിച്ചേ വേഗത്തിൽ. ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും. ഞാൻ വിവരിക്കുന്നില്ല. അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം ദൈവം വാഗ്ദത്തം കാണിച്ചു. നോക്കിയേ, ഇപ്പോഴും കൊച്ചിന് പിള്ളേരെ കൊടുത്തിട്ടില്ല. പിള്ളേരെ കൊടുക്കുന്നതിന് മുമ്പേ പിള്ളേർ അനുഭവിക്കാനുള്ള സമ്പത്ത് കാണിച്ചു. എൻ്റെ കൂടെ വരണേ, വായിച്ചുകൊണ്ടിരിക്കല്ലേ. മക്കളെ കൊടുക്കാമെന്ന് പറഞ്ഞാണ് മെസ്സപ്പൊട്ടോമിയ നടക്കുന്നത്.
പക്ഷേ വർഷം ഇത്രയും കഴിഞ്ഞപ്പോൾ തമ്പുരാൻ ഇവനെ കൊണ്ടുപോയി ലോത്തും വേർപിരിഞ്ഞ ശേഷം കൊണ്ടുപോയി ഏറ്റവും ഉയർന്ന മലയുടെ മുകളിൽ നിർത്തി പറഞ്ഞ് കിഴക്കോട്ട് നോക്ക്, നോക്കി, വടക്കോട്ട് നോക്ക്, നോക്കി, പടിഞ്ഞാറോട്ട് നോക്ക്, തെക്കോട്ട് നോക്ക്, കണ്ടോ കാണുന്നതെല്ലാം നിനക്ക് ഞാൻ തരും. വാഗ്ദത്ത ദേശം കണ്ടു. ഒരു സ്തോത്രം പറഞ്ഞേ. അബ്രഹാം ദൈവത്തിന്റെ തേജസ് കണ്ടിറങ്ങിയവൻ വാഗ്ദത്ത ദേശം നോക്കിക്കണ്ടു. 2 അതിന്റെ 15-ന്റെ 5-6 വായിച്ചേ. പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുചെന്നു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്നും. ഒരു സ്തോത്രം പറഞ്ഞേ. 1 തലമുറ അനുഭവിക്കേണ്ട വാഗ്ദത്ത ദേശം കണ്ടു. എന്റെ കൂടെയാണോ എല്ലാരും? 2 വാഗ്ദത്ത ദേശത്ത് പാർക്കേണ്ട തലമുറ ഏത് സൈസാന്ന് കണ്ടു. പ്രൈസലോ. മുടി കൂണ് പോലെ വെട്ടി, പാൻ്റെ കാശിന് മേടിച്ചിട്ട് അത് എലി വെട്ടുന്ന പോലെ 16 വെട്ടി, പുറത്ത് ജിറാഫിൻ്റെ പടവും മറുവശത്ത് 8 പടവുമുള്ള ബെന്നിനൊക്കെ ഇട്ട് നടക്കുന്ന പിള്ളേരെയല്ല കണ്ടേ, നക്ഷത്രങ്ങളെ. നിങ്ങളുടെ മുഖം എന്നെ വലിച്ചേ. അബ്രഹാം പിള്ളേരെ ജനിച്ചിട്ടില്ല, പക്ഷെ പിള്ളേരെ കാണുകയാണ്. എങ്ങനെയുള്ള പിള്ളേരാ? പറയെല്ലാരും കൂടെ പറ. നക്ഷത്രങ്ങളെ പോലെയുള്ള കുഞ്ഞാല്. നമ്മുടെ ബന്ധുക്കോസുകാരനാ മനോജ് പ്രകാശ് സാർ, അറിയാമോ? ഇപ്പോഴത്തെ ADGP. എൻ്റെ വളരെ അടുത്ത സ്നേഹിതന്. ചെറിയ പ്രൊമോഷനും വലിയ പ്രൊമോഷനും എല്ലാം വിളിച്ച് പ്രാർത്ഥിപ്പിക്കും. ADGP എന്നുള്ള കത്ത് കിട്ടിയപ്പോൾ കത്ത് സഹിതം അയച്ചെന്ന് എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. അല്ലേ പറഞ്ഞ് അപ്പനും അമ്മയ്ക്കും എന്തോ മാന്യതയായിരിക്കും. കേരളത്തിലെ ഒരു നക്ഷത്രമാണ് ആര്? ADGP മനോജ് കുമാർ. യാക്കോബ് ഇങ്ങനെ മോനയച്ച രഥത്തെ ചെന്നും വെച്ച് ഈ ഫറവോന്റെ 2ാമനായിട്ടിരിക്കുന്ന മിസ്രൈമിലെ ഈജിപ്തിലെ പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ അപ്പൻ്റെ സന്തോഷം എന്തായിരിക്കും? നക്ഷത്രത്തെ കാണുക. ഹലോ, എൻ്റെ കൂടെ ആണോ? അപ്പൊ അബ്രഹാമിനെ വിളിച്ചിറക്കി. പിള്ളേരൊന്നും ഉണ്ടായിട്ടില്ല, പിള്ളേർ താമസിക്കേണ്ട സ്ഥലം കാണിച്ചു. അത് കഴിഞ്ഞിട്ട് പിള്ളേർ അവിടെ പാർക്കണ്ട പിള്ളേരെ കാണിച്ചു. ഒരുത്തൻ 40 വർഷം ഇസ്രായേലിനെ ഭരിക്കുന്ന ദാവീദ്, ഒരുത്തൻ 40 വർഷം ഇസ്രായേലിനെ ഭരിക്കുന്ന ശൗല്, ഒരുത്തൻ 40 വർഷം ഇസ്രായേലിനെ ഭരിക്കുന്ന സലോമോൻ. നക്ഷത്രങ്ങളെ കാണുക. ഹലോ, അല്ലാതെ ജീവപര്യന്തം ജയിലിൽ കിടക്കുന്നവനെ കണ്ടെന്നല്ല. സ്തോത്രം പറഞ്ഞില്ല. തലയെ മുട്ടയടിച്ച് കയ്യും വിലങ്ങും വെച്ച് ഇട്ടിയപ്പാറ ചന്തയെ കൂടെ കൊണ്ടുവന്ന് മല്ലപ്പള്ളി ചന്തയെ കൂടെ ജയിലിൽ കൊണ്ടുപോകുന്നതിനെ കണ്ടെന്നല്ല. അബ്രഹാം നക്ഷത്രങ്ങളെ കണ്ടു. നീ ഇന്ന് രാത്രി വിളിച്ച ദൈവത്തെ കാണുമ്പോൾ തന്നെ നിന്റെ തലമുറയെ നക്ഷത്രമായി കാണണം. എൻ്റെ തലമുറ നക്ഷത്രങ്ങളെ പോലെ ആകുമെന്ന് കാണാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അപ്പൊ വാഗ്ദത്ത ദേശം കണ്ടു, വാഗ്ദത്ത സന്തതിയെ കണ്ടു. 3 അതിന് 18-ന്റെ 1-ഉം 2-ഉം വായിച്ചേ. ആ ആ ആ ആ ആ 3 പേരല്ലേ വന്നേ? അപ്പൊ എങ്ങനെ വിളിക്കണം? 3 പേര് വീട്ടിൽ വന്നാൽ രാവിലെ നമ്മൾ എങ്ങനെ വിളിക്കണം? യജമാനന്മാരെ എന്നല്ലേ വിളിക്കണ്ടേ? അങ്ങനെ നാട്ടുകാരെയല്ലേ യജമാനന്മാരെന്ന് വിളിക്കുന്ന ആളല്ല അബ്രഹാം. ഈ 3 പേര് വന്നതിൽ മമ്രയുടെ തോപ്പിലിരിക്കുമ്പോൾ തേജോമയനായി വെളിപ്പെട്ട ദൈവത്തെ ആർക്കറിയാം? അബ്രഹാമിന് അറിയാം. അതുകൊണ്ട് അബ്രഹാം എല്ലാരെയും കയറി യജമാനന്മാരെന്ന് വിളിച്ചില്ല. 3 പേര് വീട്ടിൽ വന്നു. ഒരുത്തന്റെ മുമ്പിലോട്ട് കുനിഞ്ഞിട്ട് പറഞ്ഞു, യജമാനനെ. ഒരല്ലേലൂയ പറയണം. നീ നാട്ടുകാരുടെ എല്ലാം മുമ്പിൽ കുമ്പിടല്ലേ, കുമ്പിടേണ്ടവന്റെ മുമ്പിൽ നീ കുമ്പിട്ടിട്ട് നീ അവനെ മാത്രം ആരാധിക്കണം. അബ്രഹാം വിളിച്ചു, ഓ യജമാനനെ. ഒരല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ. ആദി വാഗ്ദത്ത ദേശം കണ്ടു. പറ. 2 വാഗ്ദത്ത സന്തതിയെ കണ്ടു. 3 വാഗ്ദത്തം ചെയ്ത ദൈവത്തെ കണ്ടു. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അബ്രഹാമിന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. ആദി തലമുറ പാർക്കേണ്ട ദേശം കണ്ടു. 2 അവിടെ വസിക്കേണ്ട തലമുറ കണ്ടു. എങ്ങനെയുള്ള തലമുറ?
നക്ഷത്രങ്ങളെ പോലെയുള്ള തലമുറ. അത് കഴിഞ്ഞ് വാഗ്ദത്തം ചെയ്ത ദൈവത്തെ കണ്ടു. ഹല്ലേലൂയ. അപ്പോൾ അതിന്റെ 18-17 വായിച്ചേ. 18-17. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ആ മതി. 18-22 വായിച്ചേ. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. നോക്കി, നമസ്കരിക്കാഞ്ഞവന്മാർ കുറച്ച് കഴിഞ്ഞപ്പോൾ അവര് കാപ്പിയും കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അവരുടെ വഴിക്ക് പോയി. എന്നൊന്ന് ശ്രദ്ധിക്കണേ. എല്ലാവരും ഇവിടെ ഉണ്ടോ? ഇപ്പം നമ്മളെ ഒരാൾ ഇപ്പം നമ്മുടെ ഇവിടുത്തെ MP ആൻഡോ ആൻ്റണിയെ നമ്മളൊരു വീട്ടിൽ വിളിച്ചു. ആൻഡോ ആൻ്റണി വിളിച്ച് ആൻഡോ ആൻ്റണി തന്നെയാണോ വീട്ടിൽ വരുന്നത്? അല്ല, പുള്ളിയുടെ ഡ്രൈവറും കാണും, PAയും കാണും, കുറഞ്ഞ പക്ഷം അല്ലേ? ഏറ്റവും കുറഞ്ഞ ഡ്രൈവറും PAയും കാണും. പ്രൈസലോ. നമ്മളെല്ലാം കൂടെ ഓടിച്ചെന്ന് വെച്ചാൽ PAയെ നമസ്കരിക്കുമോ? ഡ്രൈവറെ നമസ്കരിക്കുമോ? പക്ഷെ കാപ്പി കൊടുക്കുമ്പോൾ അവർക്ക് 3 പേർക്കും കൊടുക്കും. അബ്രഹാമിൻ്റെ വീട്ടിലെ 3 ഇടങ്ങഴി മാവെടുത്ത് ഉണ്ടാക്കിയ അടയും കാളയറുത്ത ഇറച്ചിയും 3 പേരും എന്ത് ചെയ്തു? കഴിച്ചു. നിങ്ങളെല്ലാവരാണോ? കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അടുത്ത ഡ്യൂട്ടി ഉണ്ട്. അടുത്ത ഡ്യൂട്ടി എന്താണെന്നറിയാമോ? മല്ലപ്പള്ളിയിലെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അടുത്ത മീറ്റിംഗ് അവർ കുന്നന്താനത്താണ്. അപ്പോൾ കുന്നന്താനത്തെ പ്രോഗ്രാമിന് ഇവർ 2 പേരെ പറഞ്ഞു വിട്ടു. എന്നിട്ട് അബ്രഹാം അവിടെ തന്നെ നിന്നു. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി ബൈബിളിൽ ഇവിടെ കുന്നന്താനം ചോദിച്ച് ഇറങ്ങി വരുമ്പോൾ എന്നോട് വഴക്കുണ്ടാക്കല്ലേ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. കൂടെ വന്ന 2 സഹോദരന്മാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അവർ പോയി. പക്ഷെ ദൈവം പോയില്ല. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തം ചെയ്തവൻ അവിടെ തന്നെ നിന്നു. അബ്രഹാമും അവന്റെ സന്നിധിയിൽ നിന്ന് മാറിയില്ല. ഇന്ന് പകൽ നീ എന്തിൻ്റെയൊക്കെ പുറകെ പോകല്ലേ. വിളിച്ച ദൈവത്തിന്റെ മുമ്പിൽ തന്നെ നിൽക്കണം. നിന്നോട് പേഴ്സണലായിട്ട് ദൈവത്തിന് എന്തൊക്കെയോ ഇടപെടാനായിട്ടുണ്ട്. നല്ലൊരു ഹല്ലേലൂയ ഈ രാത്രി പറയണം. അബ്രഹാം ദൈവസന്നിധി തന്നെ നിന്നു. എത്ര നേരമാണെന്നറിയാമോ? ഒരു കൊച്ചു പ്രാർത്ഥന. ദൈവം പറഞ്ഞു, സ്നേഹിത. ഇപ്പോഴത്തേന് ഇവർ 2 കൂടെ ആരായി? സ്നേഹിതന്മാരായി. അവരല്ലേ പറഞ്ഞേ? നിങ്ങൾ മിണ്ടുന്നില്ല. ഒരു ബിസിനസ്സുകാരനെ വിളിച്ചിറക്കി, ഒരു വിഗ്രഹാരാധനക്കാരനെ വിളിച്ചിറക്കി. കുറെ ദിവസം കൊണ്ട് ദൈവം അവനെ ആരാക്കി മാറ്റി? സ്നേഹിതനാക്കി മാറ്റി. നമ്മൾ ഇത്ര നാളായിട്ട് വിശ്വാസിയായി മാറിയല്ലാതെ വേറെ എന്തെങ്കിലും ആയോ? ഹലോ, നമ്മൾ ഇറങ്ങിയിട്ട് 40 വർഷമായി. ഇത്രയും നാൾ വിശ്വാസി അല്ലാതെ വേറെ ഏതെങ്കിലും പദവിയിലെത്തിയോ? അബ്രഹാം ഇപ്പൊ ആരായി? അപ്പൊ അബ്രഹാം പറഞ്ഞു, നിങ്ങൾ പോയി സോദോമിൽ ചെന്ന കാര്യം അവരോട് പറ. എനിക്ക് എൻ്റെ സ്നേഹിതനോട് പേഴ്സണായിട്ട് അല്പസമയം. നിങ്ങൾ എൻ്റെ കൂടെ ആണോ? എനിക്ക് കൂടെ വന്നവരെ സോദോമിലെ ഡ്യൂട്ടിക്ക് വിട്ടു. എനിക്ക് എൻ്റെ സ്നേഹിതനുമായി പേഴ്സണലായിട്ട് ചില കാര്യം സംസാരിക്കാനുണ്ട്. ഒരല്ലിയ പറഞ്ഞേ. അയ്യോ എൻ്റെ അച്ഛൻ, ഞാനിതൊക്കെ വായിച്ച് തന്നെ ധ്യാനിക്കാറുണ്ട് കേട്ടോ. ദൈവം ഒരുത്തിനെ സ്നേഹിച്ചാൽ അവൻ്റെ കൂടെ ഒരു രാ പാർക്കാൻ ആഗ്രഹിക്കുന്നവനാ. ഇന്ന് രാത്രി എത്ര പേര് കൊതിക്കുന്നുണ്ട്? 2ാമത്തെ യോഗം കഴിഞ്ഞ് ഈ രാത്രി തമ്പുരാനെന്ന് കൂടെ പാർക്കണമെന്ന് കൊതിക്കുന്നവര് ആ കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. ഓ ജീസസ്. ഒറ്റ നിപ്പ്. തമ്പുരാനും ഇരുന്നില്ല, അബ്രഹാമും ഇരുന്നില്ല. ഒറ്റ നിപ്പ്. സ്നേഹിതന് നിന്ന് വർത്താനം പറഞ്ഞ് പോയതാ. നേരം പോയത് അറിഞ്ഞില്ല. ഒരല്ലിയ പറഞ്ഞ്. ഈ സ്നേഹിതന്മാർ സംസാരിക്കുന്ന സമയം പോകുന്നതൊന്നും അറിയത്തില്ല. ഒറ്റ നിന്നിട്ട് പറഞ്ഞു, എടാ അബ്രഹാമേ, ഞാൻ ഈ പ്രാവശ്യത്തെ എൻ്റെ വരവിൻ്റെ ലക്ഷ്യം, ഞാൻ അതിനെ അവന്മാരെ വിട്ടേക്കുന്നത്. എടാ സോദോമിൻ്റെയും ഗോമോറയുടെ പാപം എൻ്റെ ചെവിയിലെത്തി. അതങ്ങ് സഹിക്കാൻ വയ്യാത്ത ഞാൻ അവന്മാരെ നശിപ്പിക്കാൻ പോവാം. തീ ഇറക്കി നശിപ്പിക്കാൻ പോവാം. ഇത് കേട്ടപ്പോൾ അബ്രഹാം ഒന്ന് ഞെട്ടി. കാരണം ചേട്ടൻ്റെ മോൻ ഫാമിലിയായിട്ട് താമസിക്കുന്ന അവിടെ. ഹലോ, ഇപ്പൊ കുവൈറ്റ് ബോംബിടാൻ പോകുന്നത് നമ്മളെല്ലാം കരുതത്തില്ലേ? കാരണം നമ്മുടെ ഉപ്പാപ്പൻ്റെ മോനെ, അനിയൻ്റെ മോനെ, ചേട്ടൻ്റെ മോനെ അവിടെ ഇല്ലേ? നിങ്ങളൊന്നും മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പെട്ടെന്ന് അബ്രഹാം ചോദിച്ചു, സോദോം ഗോമോറ തീയിട്ടെന്ന് അതെ നശിപ്പിക്കാൻ പോവാം. ഞാനൊരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ? അവിവേകമാണെ പൊറുക്കണം. സ്തോത്രം. ഒരു 50 പേര് യഹോവയെ അറിയുന്നവരുണ്ടെങ്കിൽ അവിടെ നശിപ്പിക്കുമോ? ലോത്തിനെയും കൊച്ചുങ്ങളെയും പിടിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് തീരുന്ന പ്രശ്നമാണ്. പക്ഷെ അത് പറയാൻ വയ്യാത്തതുകൊണ്ട് പുള്ളി ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വന്ന് മൂക്കെ തൊടാൻ പോവാ.
ഒരു 50 പേരുണ്ടെങ്കിൽ, അപ്പം ദൈവം പറഞ്ഞു 50 പേരുണ്ടെങ്കിൽ നശിപ്പിക്കത്തില്ല. ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, പ്രാർത്ഥനയാണ്. അല്ല നമ്മുടെ കൂട്ട് 50, 40, 30, 20 എന്നും പറഞ്ഞ് കൗണ്ടിങ് എണ്ണി ഒറ്റയടിക്ക് 5 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥന തീർക്കുന്ന പരിപാടിയല്ല. പ്രാർത്ഥനയാ. 50, 45, 40, 30, 20, 10 ആയപ്പോൾ പുള്ളി ഇനി ചോദിക്കുന്ന അബദ്ധമാണെന്ന് മനസ്സിലായി. ഹലോ, ഇത്രയും ചോദിച്ചപ്പോൾ നേരം എടുത്തു. നമ്മൾ ഇത്രയും കാര്യം ചോദിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും? 4 ടൈം ചോദിച്ചപ്പോൾ നേരം എടുത്തെന്ന്. ഓ, ഒരല്ലിയെ പറഞ്ഞേ. സ്നേഹിതനോട് സംസാരിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥന എന്താന്ന് വല്ലതും മനസ്സിലായോ? ഓ, തമ്പുരാൻ പറഞ്ഞു എനിക്ക് ബോറടിക്കുന്നു, ഞാൻ പോവാ എന്നും പറഞ്ഞ് അബ്രഹാമിനെ വിട്ടു പോയോ? ഒറ്റ നിപ്പ എൻ്റെ പൊന്ന അബ്രഹാം നിർത്ത്, എനിക്ക് കാലി കഴിക്കുന്നു പറഞ്ഞ് പോയിരുന്നോ? ഓ, ഒരു 12 മണിക്കൂർ ഓൾ നൈറ്റ് പ്രെയർ അബ്രഹാമും ദൈവവും തനിച്ച്. നേരം വെളുത്തപ്പോൾ തീരുമാനം മാറ്റി കേട്ടോ. 10 താഴോട്ട് എണ്ണിയില്ലെങ്കിലും 4 പേരെ വിടുവിക്കാൻ തീരുമാനിച്ചു. ദൂതന്മാരുടെ ഡ്യൂട്ടി മാറ്റി. ദൂതന്മാരോട് പറഞ്ഞു, നശിപ്പിക്കും മുമ്പേ ആ ലോത്തിനെയും പെണ്ണും പിള്ളേരെയും വലിച്ചിറക്കി അടുത്ത പർവ്വതത്തിൽ കൊണ്ടാക്കാൻ പറഞ്ഞു. ഒരല്ലേ പറഞ്ഞേ? ഒറ്റ രാത്രി പ്രാർത്ഥനയിൽ ഒരു കുടുംബത്തെ ന്യായവിധിയുടെ കരത്തിൽ നിന്ന് വിടുവിച്ചു. നല്ല ഹല്ലേലൂയ പറയണം. ഇന്ന് രാത്രി ചില സന്ദർശനങ്ങൾ തിരിച്ചറിയാൻ, ഓ, ഞാൻ ദൈവത്തെ ഈ രാത്രി നന്ദിയോടെ സ്തുതിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ച്, ഞാൻ വേഗം നിർത്താൻ പോകുക. അബ്രഹാം സന്ദർശനം അറിഞ്ഞു. 1, ദൈവത്തിന്റെ വാഗ്ദത്തം കണ്ടു. 2, വാഗ്ദത്ത സന്തതിയെ കണ്ടു. 3, വാഗ്ദത്തം ചെയ്ത ദൈവത്തെ കണ്ടു. 4, 22:13 വായിച്ചേ. ഉൽപ്പത്തി തന്നെ. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് ദൈവത്തിന്റെ കരുതൽ കണ്ടു. ഒരു സ്തോത്രം പറയണം. 1, വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ ദേശം നോക്കി കണ്ടു. 2, വാഗ്ദത്തം ചെയ്ത തലമുറയെ ആത്മാവി കണ്ടു. പിള്ളേർ ജനിച്ചു കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഏത് ഗ്രൂപ്പ് എടുപ്പിക്കണം, അതിന് ഉപദേശിക പ്രാർത്ഥിക്കണം. പാസ്റ്ററെ, കൊച്ചു ഏത് ഗ്രൂപ്പാണ് എടുക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കണം. സയൻസ് ഗ്രൂപ്പാണോ കൊമേഴ്സ് ഗ്രൂപ്പാണോ? ഒരു വിവരവും അവനും തള്ളയ്ക്കുന്ന എന്തൊക്കെയും ഇല്ല. എന്നാൽ ഇനി ഉപദേശിക്ക് വിവരം ഉണ്ടായി പറയണം ഏത് ഗ്രൂപ്പാണ് എടുക്കേണ്ടതെന്ന്. ഹലോ, മിണ്ടുന്നില്ല. ഫ്രൈസലോ. അതോ ഹ്യൂമാനിറ്റീസ് മതിയോ? കാരണം ഇവന് വെള്ളിയാഴ്ചയും വിവരവും ഇല്ല. ഇവൻ 24 മണിക്കൂർ ലാപ്ടോപ്പിനകത്തും കമ്പ്യൂട്ടറിനകത്തും ആയിരുന്നുകൊണ്ട് മാർക്ക് 68% ഉള്ളൂ. നമ്മളെങ്ങനെ ഇവനെ കൊണ്ട് സയൻസ് ഗ്രൂപ്പിൽ ഇരുത്താനാ? നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഫ്രൈസലോ. ഇപ്പം മാർക്കും ഇല്ല, എല്ലാം പോയി കഴിഞ്ഞപ്പം ദൈവസന്നിധി വന്നേക്കാണ്. 7 ദിവസം ഉപവാസം ഞാനും ഇരിക്കാൻ പോവാ. കൊച്ചു ഹ്യൂമാനിറ്റീസ് എടുക്കണോ കൊമേഴ്സ് എടുക്കണോ സയൻസ്? അബ്രഹാം പിള്ളേരുണ്ടാകുന്നതിന് മുമ്പേ ആരാകുമെന്ന് കണ്ടു. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. നക്ഷത്രങ്ങളെ പോലെയുള്ള പിള്ളേരെ കാണണം. ആത്മാവിൽ പിള്ളേരെ നക്ഷത്രങ്ങളായിട്ട് കാണണം. സ്തോത്രം പറഞ്ഞേ. നിന്റെ കുഞ്ഞ് ഈ മല്ലപ്പള്ളിയിൽ ഒരു നക്ഷത്രമാകുമെന്ന് എത്ര പേര് കണ്ടു? നല്ല സ്തോത്രം പറ. ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയുക, നിന്റെ ജനിച്ച തലമുറ നാളെ ഒരു നക്ഷത്രമാകുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. നമ്മുടെ പല പിള്ളേരുടെയും പടം മല്ലപ്പള്ളി സിറ്റിയിലെ ആദരാഞ്ജലി എന്നും പറഞ്ഞുകൊണ്ട് ഒട്ടിക്കാറുണ്ട്. അതിനിടയ്ക്ക് നിന്റെ ഒരു കൊച്ചിൻ്റെ അവിടെ അഭിനന്ദനം എന്നും പറഞ്ഞ് കാണുന്നുണ്ടോ? മിണ്ടുന്നില്ല. ഈ ബസ് സ്റ്റാൻഡിനോട് കൊണ്ട് നിന്റെ കൊച്ചിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അഭിനന്ദനങ്ങൾ, എല്ലാത്തിനും A+. നമുക്കൊരു ഗമയല്ലേ? വണ്ടിയെ പോകുമ്പോൾ ഞങ്ങളുടെ സഭയിലെ കൊച്ചിൻ്റെ പടമായിരിക്കുന്നെന്ന് പറയത്തില്ലേ? മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഈ ആദരാഞ്ജലിയുടെ പടം വെക്കുന്നതിനെക്കാട്ടിൽ അഭിനന്ദനത്തിന്റെ പടം വെക്കാൻ 10 പിള്ളേരുണ്ടെങ്കിൽ സ്തോത്രം പറയുന്നേ. പിന്നെ എൻ്റെ കൊച്ച് CAക്ക് ഈ വർഷത്തെ പാസ്സായത് എൻ്റെ കൊച്ചാന്ന് പറയുമ്പോൾ, ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നീ നക്ഷത്രങ്ങളെ കാണണം.
കൊച്ചിനെ നോക്കിയിട്ട് അല്ലെങ്കിലും ഗുണം പിടിക്കത്തില്ല. ആ തന്തയുടെ സ്വഭാവമല്ലേ, പിന്നെ എങ്ങനെ ഗുണം പിടിക്കാനെന്ന് പറഞ്ഞ് കൊച്ചിനെ കേൾക്കുക എപ്പോഴും തന്തയുടെ കുറ്റം പറയൽ. അത് ഈ തള്ളയെ പോലെ തള്ളയുടെ കുറ്റം പറയൽ. ഒന്നും മിണ്ടുന്നില്ല. അതെങ്ങനെ പാസ് അറിഞ്ഞത്? പ്രൈസലോ. നീ പെരയ്ക്കകത്ത് പിള്ളേരുടെ കേൾക്ക തന്തയുടെയും തള്ളയുടെയും വെല്ലിപ്പൻ്റെയും വെല്ലിമ്മയുടെയും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ പറഞ്ഞു, കുഞ്ഞെ നീ ഒരു നക്ഷത്രമാകും. മമ്മി പ്രാർത്ഥിച്ചപ്പോൾ അത് വെളിപ്പാടി കണ്ടു, പപ്പ പ്രാർത്ഥിച്ചപ്പോൾ വെളിപ്പാടി കണ്ടു, നീ ഒരു നക്ഷത്രമാകും. അവനങ്ങ് എൻജോയ് ആകുമെന്ന്, അവനങ്ങ് പഠിക്കാൻ തുടങ്ങും. എടാ എൻ്റെ അപ്പൻ എന്നെ കണ്ട നക്ഷത്രമാകുമെന്ന, പിന്നെ അവൻ എങ്ങനെ പഠിക്കാതിരിക്കാൻ കഴിയും? അവൻ പ്രാർത്ഥിക്കും. നിന്റെ തലമുറയെക്കുറിച്ച് ഒരു നല്ല വെളിപ്പാട് നീ കണ്ടേ. ദൈവമക്കളുടെ ഇടയിൽ ഒരു നല്ല തലമുറയെ ദൈവം വാർത്തെടുക്കാൻ ഇന്ന് രാത്രി നക്ഷത്രങ്ങളെ കാണണം. തീർന്നില്ല. അബ്രഹാം വാഗ്ദത്തം ചെയ്ത ദൈവത്തെ കണ്ടു. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അബ്രഹാം വാഗ്ദത്തം ചെയ്തവന് വേണ്ടിയുള്ള തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതൽ കണ്ടു. സ്വോത്രം പറഞ്ഞില്ല. തലമുറയുടെ കഴുത്തേൽ കത്തി വീഴും മുമ്പേ തലമുറയെ അതിന് പിടിപ്പിച്ചിട്ട് പകരം ഒന്നിനെ കരുതുന്ന ദൈവത്തെ അബ്രഹാം കണ്ടെങ്കിൽ ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥന രണ്ടാമത്തെ രാത്രിയിൽ ദൈവത്തിന്റെ കരുതൽ കാണാൻ. ഓ റബ ശന്തരേ രഗമന റൗഷ സൈദാ റബ. ഓ പിള്ളേർ ചോദിക്കുമ്പോൾ എൻ്റെ മോനെ ഞാൻ എന്തോ എടുക്കാനാ, എവിടുന്ന് തരാനാണെന്ന് പറഞ്ഞാൽ ആവലാതി പറയാതെ ഒറ്റ വാക്കിൽ മറുപടി നിർത്തണം. ചെറുക്കൻ്റെ ചോദ്യം, അപ്പം ആ തീയുണ്ട്, കത്തിയുണ്ട്, വിറകുണ്ട്, യാഗമൃഗം ഇടാം. ഉടനെ അപ്പം താടിക്കോട്ട് കൈ കൊടുത്ത് ആരാനിക്ക് വന്നിരിക്കുന്നതിൻ്റെ കൂട്ട് തന്നെ കൈയും കൊടുത്ത്, ഹലോ ഞാനും അതാ മോനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുന്നത് എന്നുമല്ലാന്നോ വല്യപ്പൻ പറഞ്ഞേ. അപ്പനെന്തോ പറഞ്ഞേ? അതൊക്കെ യഹോവ കരുതിക്കോളും. ഒറ്റ വാക്കി പ്രശ്നം തീർത്തു. നമ്മളാടിനെ പറഞ്ഞ് കുളമാക്കിയനെ. കൊച്ചിനും ടെൻഷനായനെ, നമുക്കും ടെൻഷനായനെ. ഹലോ, ചോദ്യം ഭയങ്കരമാണ്. ഇവന്റെ കഴുത്തിലെ കത്തി വെക്കാൻ പോകുന്ന അപ്പനറിയാം. പക്ഷെ ചോദ്യം, അപ്പ തീയുണ്ട്, വിറകുണ്ട്. ഇനി ഈ പ്രായം 122 വയസ്സായില്ലേ, ഇനി അപ്പൻ ഈ ആടിനെ എടുക്കാൻ മറന്നാന്ന് ഞാൻ ചെറുക്കൻ ചോദിച്ച്. ഉടനെ അപ്പന് അതൊക്കെ ദൈവം നോക്കിക്കോളും, നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഹോ, നിങ്ങൾ എൻ്റെ കൂടാണോ? ഹല്ലേലൂയ. BSc നേഴ്സിന് ഫീസ് എങ്ങനെ? അത് ദൈവം നോക്കിക്കോളും. പറഞ്ഞേ, ദൈവം പറയുന്നേ. പിന്നെ ദൈവം നോക്കുമെന്ന്. പിള്ളേരെ തന്നത് ദൈവമാണ്, ഭാവി ദൈവത്തിന്റെ കയ്യിലല്ലേ. നീ എന്തിനാ ടെൻഷൻ പിടിക്കുന്നത്? അത് ദൈവം നോക്കിക്കോളും. നിന്റെ കുഞ്ഞിന്റെ കരുതൽ ദൈവത്തിന്റെ പക്കലുണ്ട്. ആരോടൊക്കെയോ ദൈവാത്മാവ് തൊട്ടിടപെടുകയാ ഇന്ന് രാത്രിയിൽ. അത് ദൈവം കരുതിക്കോളും, അത് ദൈവം കരുതിക്കോളും, അത് ദൈവം കരുതിക്കോളും. ഓ രബര മനഗ രഗനെ രഗദേ റൗഷ പ്രമന. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സങ്കടം ഇതൊന്നുമല്ല. ഇങ്ങനെയൊക്കെ ഞാൻ ഇടപെട്ടിട്ടും ചോദിച്ചതിനേക്കാളും നനച്ചതിനേക്കാളും അത്യന്തം പരമായി കൊടുത്തിട്ടും സന്ദർശനകാലം ഇവർ തിരിച്ചറിഞ്ഞില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അതോർത്തിട്ട് കർത്താവ് കരഞ്ഞു. ഇന്ന് രാത്രിയിൽ നീ അറിയാതെ നിന്റെ കൂടാരത്തെ ദൈവം സന്ദർശിച്ചായിരുന്നു. ഒരു നിമിഷം നിർത്താൻ പോ, ഒന്ന് ശ്രദ്ധിച്ച്. പ്രൈസ് ദി ലോർഡ്. നീ അതറിഞ്ഞില്ല. പക്ഷെ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് മനസ്സിലാവും. ആ ആക്സിഡന്റ് അതൊരു സന്ദർശനമായിരുന്നു. നീ അത് ആരാണ്ട് കൂടത്തരം ചെയ്താന്ന് പറഞ്ഞിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആ പെട്ടെന്നുണ്ടായ ഷോക്ക്, ആ പെട്ടെന്നുണ്ടായ പ്രതിസന്ധി അതൊരു സന്ദർശനമായിരുന്നു. എന്തെന്നറിയാമോ? ഈ ദൈവത്തെ ഒന്ന് രുചിച്ചറിയാൻ. മനസ്സിലാകുന്നുണ്ടോ? ഓ, നീ തന്നെയാ പറഞ്ഞില്ലയോ, എല്ലാം നശിച്ചെന്ന് ഞാൻ ഓർത്ത എൻ്റെ പാർശ്വ, ഇതോടെ എല്ലാം തീർന്നെന്ന്. പക്ഷെ എനിക്ക് തന്നെ അറിയത്തില്ല എങ്ങനെയോ കർത്താവ് അതിന്ന് സന്ദർശനമായിരുന്നു. നീ അറിഞ്ഞില്ല. ഇപ്പൊ കർത്താവിന്റെ സങ്കടം എന്നറിയാമോ? നിന്റെ സന്ദർശനകാലം നീ അറിയാതെ പോയല്ലോ.
ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രിയെങ്കിലും ദൈവാത്മാവ് ചോദിക്കുന്നു, തിരിച്ചറിയാൻ കൊതിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, മറ്റൊന്നും അറിഞ്ഞില്ലേലും നിന്റെ സന്ദർശനങ്ങളെ ഒന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, എന്നോട് ഉള്ള ബന്ധത്തിൽ, എൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, എൻ്റെ തലമുറയോടുള്ള ബന്ധത്തിൽ, എൻ്റെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ, എൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ നിന്റെ സന്ദർശനങ്ങളെ ഒന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, കൊതിക്കുന്നവർ മാത്രം ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ജുഡാരാബാബാബാസ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു കോഴി കുഞ്ഞിനെ ചിറകിന്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ നിന്നെ മറയ്ക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിച്ച് 110 വയസ്സിൽ മരിക്കുമ്പോൾ യോസഫ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ശവം ഈ മിസ്രൈമിൽ അടക്കരുത്, എൻ്റെ ബോഡി ഒരു ശവപ്പെട്ടിക്കകത്ത് വെച്ച് അടയ്ക്കണം, സംസ്കരിക്കല്ല. അവർ ചോദിച്ചു, അതെന്തിനാ? ഉത്തരം, മരിക്കാൻ തുടങ്ങുന്ന ഭക്തൻ പറഞ്ഞു, ദൈവം നിങ്ങളെ സന്ദർശിക്കും. ഒരല്ലിയ പറഞ്ഞു. 110 വയസ്സിൽ മരിക്കാൻ നേരത്തും ഭക്തന്റെ വെളിപ്പാട് കണ്ടോ? ദൈവം നിങ്ങളെ സന്ദർശിക്കും. അന്ന് നിങ്ങൾ ഇവിടുന്ന് പുറപ്പെടും. പോകുമ്പോൾ എൻ്റെ ഈ ഡെഡ് ബോഡിയും കൂടെ കൊണ്ടുപോക്കണം. ഒരല്ലിയ പറഞ്ഞ്. നവോമി അങ്ങ് മിഥ്യാനിരിക്കുമ്പോൾ യഹോവ യെരൂശലേമിനെ സന്ദർശിച്ചെന്ന് അറിഞ്ഞപ്പെടുത്തേന് കെട്ടിയോനും ചത്തു, മൂത്തമോനും ചത്തു, ഇളയമോനും ചത്തു, മൂത്ത മരുമോള് ചുംബിച്ചേച്ച് പോയി. എല്ലാം പോയി കഴിഞ്ഞ് സന്ദർശനം അറിഞ്ഞിട്ട് എന്നാ സാധിക്കാനാ? മിണ്ടുന്നില്ല. ഹലോ അച്ഛാ, കെട്ടിയോൻ ചത്തു, മൂത്ത ചെറുക്കൻ ചത്തു, രണ്ടാമത്തെ ചെറുക്കൻ ചത്തു, മൂത്ത മരുമോള് പോയി, ഇനിയിപ്പോൾ ഒരു വിധവയായ പെണ്ണും ഈ തള്ളയുണ്ട്. അപ്പൊ അവരറിഞ്ഞു, എന്നും അറിഞ്ഞു, യെരൂശലേമിനെ യഹോവ സന്ദർശിച്ചു. ഇനി അറിഞ്ഞിട്ട് എന്നാ സാധിക്കാനാണ് ഞാൻ ചോദിച്ചത്. പോകേണ്ടതെല്ലാം പോയി കഴിഞ്ഞിട്ട് അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എല്ലാവരും എൻ്റെ കൂടെ ആണോ? ദേഷ്യമുണ്ടോ? പോകേണ്ടതെല്ലാം പോയി കഴിഞ്ഞ് സന്ദർശനം അറിഞ്ഞിട്ട് എന്നാ സാധിക്കാൻ? ഓ, ഇന്ന് രാത്രി പോകുന്നതിന് മുമ്പേ അതിനാ ഉപവാസം വെച്ചേക്കുന്നേ. എന്തൊക്കെയോ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചോണ്ട് പോകുന്നതിന് മുമ്പേ, കോടാലി ഊരിപ്പോയതിലെ പോകുന്നതിന് മുമ്പേ നീ സന്ദർശനങ്ങളെ തിരിച്ചറിയണം. ഏറ്റെടുക്കുന്നവര് മാത്രം കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി മറ്റെന്തിനേക്കാൾ ദൈവിക സന്ദർശനങ്ങളെ തിരിച്ചറിയാൻ പ്രാർത്ഥിക്കാൻ പോവാം. നമുക്ക് ദൈവത്തിൽ ഒന്നെഴുന്നേക്കാം. മറ്റൊന്നിനു വേണ്ടിയല്ല. ഇന്ന് രാത്രി ദൈവം അടുത്ത ഞായറാഴ്ച വരെ ഇവിടെ ഉപവാസം. പക്ഷേ കർത്താവേ, അങ്ങയുടെ സന്ദർശനങ്ങളെ ഒന്ന് തിരിച്ചറിയാൻ, എന്തെങ്കിലുമൊക്കെ കൈമോശം വരുന്നതിന് മുമ്പേ, കൈവിട്ടു പോകുന്നതിന് മുമ്പേ അങ്ങയുടെ സന്ദർശനം ഒന്നറിയുവാൻ എൻ്റെ അകക്കണ്ണുകളെ തുറക്കണമേ. എല്ലാവരും പ്രാർത്ഥിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നതിനെ ഊരിപ്പോയി ആഴത്തിലേക്ക് വിഴുങ്ങുന്നത് പോലുള്ള യോർദാന്റെ ശക്തികളെ ഈ ഉപവാസത്തിന്റെ 2ാമത്തെ രാത്രി നീ ആത്മാവ് ജയിക്കണം. അത് ഉയർന്നു വരാൻ പോവുകയാ. ഒരു കോല് വെട്ടി എറിഞ്ഞപ്പോൾ ആ ഇരുമ്പായുധം പൊങ്ങി വന്നതുപോലെ ഒരിക്കലും പൊങ്ങി വരത്തില്ലെന്ന് പിശാച് പറയുന്ന ചിലതിനെ ഈ രാത്രി ആത്മാവ് ഉയർത്തിക്കൊണ്ടുവന്ന് നിന്റെ കരങ്ങളിൽ തരുന്ന രാത്രിയാ. അതങ്ങനെ സംഭവിക്കട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രിയിൽ നിന്റെ കൂടാരത്തിന്റെ ഉള്ളറയിൽ വെളിപ്പെടാൻ പോകുകയാണ്. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ.
നീ ഇന്ന് രാത്രി ആ അത്യുന്നത ദൈവത്തെ ഒന്ന് കാണുവാൻ, ആ നിത്യ ദൈവത്തെ ഒന്ന് കാണുവാൻ, ആ സർവശക്തിയുള്ള ദൈവത്തെ ഒന്ന് കാണുവാൻ, ആ തേജോമയനായ ദൈവത്തെ ഒന്ന് കാണുവാൻ, ആ വാഗ്ദത്തങ്ങളെ ഒന്ന് നോക്കി കാണുവാൻ, ആ വാഗ്ദത്ത സന്തതികളെ ഒന്ന് കാണുവാൻ, വാഗ്ദത്തം ചെയ്ത ദൈവത്തെ ഒന്ന് കാണുവാൻ. ഓ ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മക്കണ്ണുകൾ തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ രക്തത്താലെ ജയം, ഹല്ലേലൂയ. പ്രാർത്ഥിച്ച അനന്തരം നമുക്ക് പാടി ദൈവത്തെ ഒന്ന് ആരാധിക്കണം. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. രണ്ട് കരങ്ങളും ഉയർന്നിരിക്കട്ടെ, രണ്ട് കണ്ണുകളും പുറമെ അടയട്ടെ. പരിശുദ്ധനായി ഇന്ന് രാത്രിയിൽ അങ്ങ് ഞങ്ങളെ നോക്കി കരയുന്നു, അതോ ഞങ്ങളെ നോക്കി സന്തോഷിക്കുന്നു? ജനമെല്ലാം ആഘോഷിച്ചപ്പോൾ അങ്ങ് മാത്രം കരഞ്ഞല്ലോ, കരഞ്ഞല്ലോ. നാളെയുടെ നീളകളെ അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ ഭൂതകാലവും വർത്തമാനകാലവും ഞങ്ങളുടെ ഭാവി കാലവും അറിയുന്ന ദൈവമേ, ഇന്ന് രാത്രി ഈ സഭയോട് മനസ്സറിയണം. നിന്റെ അഭിഷക്തന്റെ ഉള്ളത്തിൽ ഏതു താല്പര്യത്തോടെ ഈ യോഗം നടത്തിയോ അതിന്റെ ഒരു പൂർണ്ണത കാണുവാൻ, അതിന്റെ ഒരു പൂർണ്ണത കാണുവാൻ, ഈ സഭയുടെ ഒരു വിശാലത കാണുവാൻ ദൈവം സഹായിക്കണമേ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഈ സഭയെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിന്റെ ദാസന്മാരെ ഞാൻ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ പാസ്റ്റർ ഷാജി വർഗീസിനെ തന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അത്ഭുതങ്ങളുടെ ദിനങ്ങളാക്കി മാറ്റും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരവും ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിക്കുമല്ലോ.